Good morning and good evening. How are you everybody? നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. പ്രഭാതവന്ദനവും സന്ധ്യാവന്ദനവും. Hope you all are doing well. നമ്മുടെ ജീവിതത്തിൽ ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല, ധൈര്യത്തിൻ്റെ ആത്മാവിനെയാണ് ദൈവം പകർന്നിരിക്കുന്നത്. And God has given us the spirit of boldness, not the spirit of fear. 2 Timothy chapter 1 verse 7 പറയുന്നു, ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് തന്നത്. 2 Timothy chapter number 1 verse number 7, the Bible says, "For God has not given us the spirit of fear, but of power and of love and of a sound mind." You are courageous, you are cowardice. രണ്ട് വാക്കുകൾ നമുക്ക് കാണുവാൻ കഴിയും. We can see two words over there. നീ ധൈര്യശാലിയാണോ അതോ ഒരു ഭീരുവാണോ? Are you a courageous person or are you a cowardice? നമ്മുടെ ജീവിതത്തിൽ ഒരു ഭീരുവായിരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. And God does not want us to be cowardice. എന്തുകൊണ്ടാണ് നാം ഭീരുവായി ഇരിക്കേണ്ടാത്തത്? So why we are not want to be fearful always? നമ്മുടെ മേൽ പകർന്ന ആത്മാവ് ശക്തിയുടെ ആത്മാവാണ്, സ്നേഹത്തിൻ്റെ ആത്മാവാണ്, സുബോധത്തിൻ്റെ ആത്മാവാണ്, അത് ധൈര്യത്തിൻ്റെ ആത്മാവാണ്. The spirit God has poured upon us is the spirit of power, the spirit of love and the spirit of sound mind. നമ്മുടെ ജീവിതത്തിൽ ഈ ആത്മശക്തി വരുമ്പോൾ, in our life when we receive the power of God, നമ്മുടെ ജീവിതം മുഴുവൻ മാറും. our life totally change. പലപ്പോഴും പലർക്കും ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെക്കുറിച്ച് ആഴത്തിൽ ഗ്രഹിക്കുവാൻ കഴിയുന്നില്ല. Most of the time many people they are not able to understand the power of the Holy Spirit. നമ്മുടെ ജീവിതം മുഴുവൻ മാറ്റിമറിക്കുന്നതായി പരിശുദ്ധാത്മാവ്. The Holy Spirit will turn our life completely. നിങ്ങൾ ഒരു ഭീരുവായിരിക്കരുത്. Do not become a coward. ഈ ആത്മാവ് വരുമ്പോൾ, once you receive the spirit of God, ദൈവത്തിന് അന്തസ്സ് കൊടുക്കുന്നവരായി മാറണം. you must give honor to God and glorify His name. നിങ്ങൾ ഭീരുവാകുമ്പോൾ, once you become coward, നിങ്ങളുടെ ശരീരം ക്ഷീണിക്കുന്നു, you will weak in your body, നിങ്ങളുടെ യുദ്ധത്തിൽ തോറ്റുപോകുന്നു, you will fail in your battle, നിങ്ങൾ ചെയ്യുന്നതെല്ലാം പരാജയത്തിലെത്തും. and all the things what you do become failures. ആമേൻ. Amen. നിങ്ങളുടെ ജീവിതം മുഴുവനും പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് മുന്നോട്ട് പോകുക. നിങ്ങളെ അലട്ടുന്ന രോഗം, കടം, നിങ്ങളുടെ മിനിസ്ട്രി, നിങ്ങളുടെ ഫാമിലി ലൈഫ്, നിങ്ങളെ അലട്ടുന്ന സിക്നസ്, ഇതിലൊന്നും ഭീരുവായി പോകരുത്. നിങ്ങൾ ആത്മനിറവിൽ മുന്നേറിക്കോളണം. You have to strengthen in the spirit and go forward in the spirit of God and boldness, and do not become weary and do not become tired and fearful in the circumstance and the diseases what you are facing right now. പരിശുദ്ധാത്മാവ് നമ്മളെ സത്യത്തിൽ വഴി നടത്തും, നീതിയിൽ വഴി നടത്തും. Holy Spirit will lead us in truth and righteousness. നമ്മുടെ ദൈവം എത്ര നല്ല ദൈവമാണ്. How good our God is. നിങ്ങൾ ഭീരുത്തരാകരുത്. Do not become coward. അതുകൊണ്ട് 12-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, ഭയപ്പെടണ്ട. That is the reason Psalms number 12 says, do not fear. ഞാൻ നിന്റെ ദൈവമാകും. I'm your God. ഞാൻ നിന്നെ സഹായിക്കും. I will help you. അവിടെ തന്നെ പറയുന്നു, യഹോവയെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. Those who fear the Lord and love His commandment, He is blessed. നാം പിശാചിനെ ഭയപ്പെടരുത്. Do not fear devil. ലോകത്തെയും ലോകത്തിലുള്ളതിനെയും ഭയപ്പെടരുത്. Do not fear the world and worldly things. നാം കർത്താവിനെ ഭയപ്പെടണം. Only fear God. നാം വചനത്തെ ഭയപ്പെടണം. Fear the word of God. ആ വചനത്തിൽ ഭയപ്പെട്ട് വചനമനുസരിച്ച് വചനത്തിന്റെ സ്നേഹത്തിൽ മുന്നേറണം. Fear the word of God and obey the word of God and go forward according to the word of God. ഇപ്പോൾ ഭീതിയിലിരിക്കുന്ന ചിലരോട് ദൈവം പറയുകയാണ്, നിങ്ങളുടെ ഭീതി ഈ വചനം കേൾക്കുമ്പോൾ, ഈ ദൈവശബ്ദം കേൾക്കുമ്പോൾ അത് മാറിപ്പോകും. Right now those who are sitting with a fearful heart and fearful mind, right now when you are listening this word of God, your fear is going away from your life. ദൈവം ഭയത്തെ എടുത്തു കളയുന്നു. God is removing all the fear. ഞാൻ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. I'm going to pray for you. കർത്താവേ, Lord, ഇപ്പോൾ
Right now, ജോലിക്ക് വേണ്ടി ശ്രമിച്ച് അന്യദേശത്ത് പോയിരിക്കുന്ന ചിലർ അവരുടെ വിസയുമായി ബന്ധപ്പെട്ടൊരു ഭീതിയിലായിരിക്കുന്നു. some people, they went abroad related to such a job and related it with their visa. They are in a fearful situation. ഫാമിലി ലൈഫിൽ പ്രവേശിച്ചത് നിമിത്തം ഒരു ഭീതി പോലെ ഇരിക്കുന്ന ചിലർ ഈ വചനം കേട്ടുകൊണ്ടിരിക്കും. So right now, those who are watching us, and they have fear. They entered into a family life, but they have certain fear. ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ എല്ലാ പ്രശ്നങ്ങളും ഭീതിയും മാറിപ്പോകട്ടെ. Right now, in the name of Jesus, we cast out all the fear and all the terrible situation. ഒരു സ്വസ്ഥത കൊടുക്കണമേ. God give them a calmness. ബ്ലസ് ചെയ്യണമേ. Lord bless them. യേശുവിൻ നാമത്തിൽ തന്നെ. In Jesus' name we pray. ആമേൻ. Amen. God bless you. I love you. സെപ്റ്റംബറിൽ 12, 13, 14 ഈ ദിവസങ്ങളിൽ നമ്മുടെ കോൺഫറൻസ് നടക്കുന്നു. വളരെ വേഗത്തിൽ നിങ്ങൾ വിളിച്ച് രജിസ്റ്റർ ചെയ്യാൻ ഓർപ്പിക്കുന്നു. September 12, 13 and 14, we have our conference here in our Malek. So call to the office and book your seats. God bless you all.